ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനി ഹെയർ ബണ്ണിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബണ്ണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ അവിടെ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അളവുകളൊക്കെ അവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഒരൊറ്റ ഹെയർ ബൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു 4 പീസുകൾ ആവശ്യമായിട്ടുണ്ട്. അറ്റങ്ങളൊക്കെ ലൈറ്റർ വെച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ലൈൻ ആണല്ലേ, നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഫോൾഡിൽ ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലൈൻ കിട്ടുന്നത്. ഇനി ഈ ഒരു ലൈനിലായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. 2 പീസും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. 2 അറ്റങ്ങളും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ ഒരു ലൈനിൽ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അറ്റം കണ്ടില്ലേ, ഒരൊറ്റ ലൈനായിട്ട് ഇതുപോലെ വരും കേട്ടോ. 2 പീസിനൊപ്പം ഒപ്പായിട്ട് വരും. ഒന്നും തന്നെ കയറി ഇറങ്ങിയിരിക്കാതെ കറക്റ്റ് ഒരേ ലെവലിൽ നമുക്ക് വരും. ഇനി ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെയും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു അറ്റം ഈ ഒരു ത്രികോണത്തിലുള്ള ഒരു ഷേപ്പില് അതിന്റെ ഉള്ളിലേക്കായിട്ട് വരണം. കറക്റ്റ് അതിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കണം കേട്ടോ. നമ്മളിതിനെ തുന്നിയെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ സൂചി നൂല് എടുക്കുക. നൂല് നമ്മളൊരു 4 ചുറ്റായിട്ട് ഇടണം കേട്ടോ. സാധാ മെഷീൻ നൂലാണെങ്കിൽ 4 ചുറ്റായിട്ട് ഇടുക. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു തുമ്പത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു തുമ്പത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ള ആ ഒരു 2 അറ്റങ്ങളുണ്ടല്ലോ, അതിലും കൂടെ നമ്മൾ സൂചി കോർത്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു പീസിലും കൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഒരു 4 സ്റ്റിച്ച് ഈ ഒരു പീസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒരു പീസും കൂടെ അതുപോലെ ചെയ്തെടുക്കണം. അതിന്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നല്ല സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഫസ്റ്റത്തെ പീസിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പീസിൽ നമ്മളുണ്ടല്ലോ, കണ്ടില്ലേ, രണ്ടാമത്തെ പീസ് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളൊരു 4 സ്റ്റിച്ച് കൊടുക്കുക. നാലാമത്തെ സ്റ്റിച്ച് നമ്മൾ മുമ്പത്തെ പീസിലില്ല, ആദ്യത്തെ പീസിൽ ചെയ്തതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇടാനായിട്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ 2 പീസും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഞൊറിവുകളായിട്ട് വരും കേട്ടോ. നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആ ഞൊറിവുകളിൽ കൂടെ എല്ലാത്തിൽ കൂടെ എല്ലാ ഞൊറിവുകളിൽ കൂടെ ഇതുപോലെ സൂചി ആയിട്ട് എടുത്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ 2 3 കെട്ടിട്ട് കൊടുക്കുക, കഴിഞ്ഞ പോരാതിരിക്കാനായിട്ടാണ് കേട്ടോ. ബാക്കി വരുന്ന നൂലിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഒരു പീസും കൂടെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ 2 പീസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഗ്ലൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ പീസിനെ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ആ ഒരു ഗ്ലൂ ഡ്രൈ ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ വെച്ചൊന്ന് പിടിച്ചു കൊടുക്കണം. അപ്പൊ ഗ്ലൂ ഗണ്ണായത് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്ലൂ ഡ്രൈ ആയി കിട്ടിക്കോളും. ഇന്ന് നമ്മൾക്കിവിടെ ഒരു ബണ്ണ് എടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണ്ണിന് പകരമായിട്ട് അലിഗേറ്റർ ക്ലിപ്പോ അതേപോലെ തന്നെ നൈലോൺ പാൻറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാലും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ബണ്ണിനെ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഈ ബണ്ണിന് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചു നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. നമുക്ക് ഇനി അതിന്റെ സെന്ററിലൂടെ ഒരു റിബൺ ചുറ്റിയെടുക്കാം. അതിനായിട്ട് ഗ്രോസ് ഗ്രെയിൻ റിബൺ തന്നെ ചെറിയ വീതിയിൽ കട്ട് ചെയ്തിട്ട് ഉരുക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബണ്ണിൽ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു പീസിന് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ബണ്ണിൽ ചെയ്തിട്ടുള്ള ഗ്ലൂ ഇല്ലേ,
അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഫുള്ള് ചുറ്റി കൊടുക്കാം. നമ്മൾ ചുറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും ഗ്ലൂ ചെയ്തിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു റിബൺ ചുറ്റിയെടുക്കാം. അപ്പം ഞാൻ 2 ചുറ്റ് കൊടുത്തിട്ടുണ്ടായിട്ട്, അപ്പം സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ എൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ബണ്ണ്. നല്ല ക്യൂട്ടായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബണ്ണാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് യെല്ലോ ഇഷ്ടമായി, അതേപോലെ തന്നെ പിങ്കും നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാ കളേഴ്സും കാണാൻ ഭംഗിയുണ്ട്, എന്നാലും അതും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇതേ വർക്ക് തന്നെ നിങ്ങൾക്ക് നൈലോൺ പാൻറ്റിലോ അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആഡ് ചെയ്യാൻ പിക്കുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ഫോട്ടോ വേറെ ഒന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നൈലോൺ പാൻറ്റിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള വർക്കുകളായിരുന്നു. കസ്റ്റമേഴ്സിനൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അതേപോലെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവണം തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.